ഹായ്, എക്സാമൊക്കെ അടുത്ത് വന്നിരിക്കുന്ന സമയമാണ്. അപ്പം എപ്പോഴും എനിക്ക് സ്റ്റുഡൻസിനോട് ഞാനൊരു ഓറിയൻറ്റേഷൻ പെർസ്പെക്റ്റീവിൽ എപ്പോഴും ക്ലാസ്സുകൾ കൊടുക്കുന്ന സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ചുമ്മാ ഒരു സബ്ജക്റ്റീവ് ഫോമാറ്റിൽ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഫറൻസുകൾ ബുക്സ് എടുത്ത് നിങ്ങൾ വായിച്ച് നിങ്ങൾ എക്സാമിലേക്ക് നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടോ പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല. എസ്പെഷ്യലി ഒരു MCQ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് അവയർനെസ് നമുക്കതവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും എക്സാം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വിളിക്കും, ഞാൻ ലാസ്റ്റ് ടൈം ഒരുപാട് പഠിച്ചതാണ്, സിലബസ് എല്ലാം പൂർണ്ണമായിട്ട് കവർ ചെയ്തു, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടുന്ന് പലപ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഹൗ ടു ലേൺ ആൻഡ് വാട്ട് ടു ലേൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു കാര്യം എങ്ങനെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പം എക്കണോമിക്സിൻ്റെ പല ടോപ്പിക്കുകളും എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു മോഡലായിട്ട് ഞാനൊരു ടോപ്പിക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇപ്പം ഫിലിപ്സ് കർവിനെ ബേസ് ചെയ്ത് ഒരുപാട് രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ ഞാൻ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പം അത് ഈ ഏരിയയാണ് എന്ന് പോലും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം റീസെൻ്റ്ലി ഇപ്പോൾ അറിയാം, NDA ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വലിയ രീതിയിലേക്ക് ബ്ലെൻഡഡ് ആണ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ബ്ലെൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളൊരു സിലബസ് പോർഷൻ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അത് കോംപ്രിഹെൻസീവായിട്ട് നിങ്ങൾ അവിടെ ഡീൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി മനസ്സിലാക്കിയിട്ട് തന്നെ അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വരുമോ എന്ന് പോലും പല കുട്ടികൾക്കും എക്സാമിൽ കണ്ടു കഴിയുമ്പോഴാണ്. എന്ന് മാത്രമല്ല, എക്സാമിലെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇതേ ഈ ഒരു കോൺസെപ്റ്റ് ആണല്ലോ, അതുപോലും നമുക്കത് കണക്ട് ചെയ്യാണ്ട് സാധിക്കാത്ത സിനോറിയോ പലപ്പോഴും സ്റ്റുഡൻസ് കൺവേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഈ ഫിലിപ്സ് കർവിനെ കുറിച്ചൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മജോറിറ്റി കുട്ടികളും ആകെ പഠിച്ചിട്ട് പോകുന്ന ഇവിടുത്തെ ഒരേ ഒരു വെർഷനാണ് ബേസിക്കലി. ഏതാണ്? ഫസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ദ ന്യൂസിലാൻഡ് ബോൺ എക്കോണമിസ്റ്റിൻ്റെ ലണ്ടൻ സ്കൂൾ ഓഫ് തോട്ട് എക്കണോമിക്സിലെ എക്കോണമിസ്റ്റാണ് അദ്ദേഹം. ഓക്കെ, പ്രൊഫസറാണ്, അതുപോലെ തന്നെ എക്കോണമിസ്റ്റുമാണ്. ഓക്കെ, ഫിലിപ്സിൻ്റെ ഈ പറയുന്ന തിയറിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫിലിപ്സ് കർവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് വെർഷൻ മാത്രമാണ് എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഈ പറയുന്ന ഒരു കോറിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഫിലിപ്സ് കർവ് പറയുമ്പോഴേ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും നമ്മൾ പറയും. പക്ഷേ ഫസ്റ്റ് വെർഷൻ എടുത്തു കഴിഞ്ഞാൽ അത് മണി വേജ് ആണ്. മണി വേജ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റുമാണ്. അല്ലാതെ ഒരിക്കലും അതല്ല നേരിട്ട് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും അല്ല കോറിലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും അത് വെർഷൻ മാറി. അത് ഏത് വെർഷനാണ്? എക്സ്റ്റൻഷനാണ് ബേസിക്കലി ഫിലിപ്സ് കർവിൻ്റെ. ബേസ് ഫിലിപ്സ് കർവിൽ നിന്ന് നമ്മൾ 60s വന്നു കഴിയുമ്പോഴത്തേനും സാമുവൽസണും സോളോയും ഈ മോഡലിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇവരാണ് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന കോറിലേഷൻ, ഇൻവേഴ്സ് ട്രേഡ് ഓഫ് ഒരു കോറിലേഷൻ ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊരു പോയിന്റിലേക്ക് വന്നിരിക്കുന്ന രണ്ടാമത്തെ വെർഷനാണ്. ഫസ്റ്റ് വെർഷനിൽ അവർ പറഞ്ഞു വെക്കുന്ന ഏത് ബേസ് ഫോംസ് മാത്രമാണ്, അവരല്ല ഫിലിപ്സ് പറഞ്ഞു വെക്കുന്ന ഏത് പോയിന്റ് മാത്രമാണ് ബേസിക്കലി, അതായത് അൺഎംപ്ലോയ്മെൻറ്റും മണി വേജ് കോറിലേഷനാണ് പറഞ്ഞു വെക്കുന്നത്. അതിനെ അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും എന്നൊരു പെർസ്പെക്റ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആരാണ്? സോളോ സാമുവൽസൺ ആണ്. ഇതാണ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഇങ്ങനൊരു മോഡലുണ്ട്. ആ ഒരു മോഡലിലാണ് ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകും. ഇവിടെ കൊണ്ടും തീർന്നോ? ഇല്ല. ഫിലിപ്സ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു ഏരിയ ആണ് ബേസിക്കലി. മാക്രോ എക്കണോമിക്സിലെ മേജർ ആയിട്ടുള്ള ഈവൻ കറണ്ട് അഫയേഴ്സിലടക്കം നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു മേജർ പോയിന്റ് ആണെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയില്ലേ 2008 ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് US ഫെഡറൽ റിസർവിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അവർ വർക്ക് ചെയ്ത് ഈ പറയുന്ന ഒരു കോറിലേഷൻ തന്നെയായിരുന്നു. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും നമ്മളൊരു കോറിലേഷൻ തന്നെയായിരുന്നു. അവരെന്താ ശ്രമിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് വഴി മാക്സിമം എക്കോണമിയിലേക്ക് സീറോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? പണം എത്തിക്കാൻ ശ്രമിച്ചു. എക്കോണമിയിലേക്ക് പണം മാക്സിമം ബോണ്ട് ബാക്കപ്പ് ചെയ്തവരെ എത്തിക്കഴിയുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ആണ്. പക്ഷേ 2013 അവർ സ്റ്റോപ്പ് ചെയ്തതുകൊണ്ടാണ് എക്കോണമിക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഇൻഫ്ലേഷനോടെ മാക്സിമം എക്കോണമിയിലേക്ക് റീച്ച് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, പിന്നീട് തുടർന്ന് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ തന്നെ ഗ്രോത്ത് കുറയുന്നതിന് കാരണമാകും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവിടെ പോളിസി മേക്കേഴ്സ് എടുത്തൊരു കോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി എത്രത്തോളം ഇൻഫ്ലേഷൻ നിങ്ങൾ എക്കോണമിയിൽ അഫോർഡ് ചെയ്യാൻ വില്ലിങ് ആവുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എന്നൊരു ബേസ് മാക്രോ എക്കണോമിക് പോളിസി പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പോലുള്ള അൺഓർത്തഡോക്സ് മോണിറ്ററി പോളിസിയൊക്കെ US സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു മോഡേൺ എക്കണോമിക്സിൽ പോലും മോഡേൺ പോളിസി മേക്കിങ്ങിൽ പോലും ഫിലിപ്സ് കർവ് പോലുള്ള കാര്യങ്ങളുടെ കോറിലേഷൻസും അതിൻ്റെ അഡാപ്റ്റേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക്കലി. ഇപ്പോൾ നമ്മൾ കണ്ട് രണ്ട് ബേസ് കോൺസെപ്റ്റിൽ നമ്മൾ കണ്ടു. ഫിലിപ്സിൻ്റെ വെർഷനും സാമുവൽസൺ സോളോ വെർഷൻ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ഉണ്ട്. ഷോർട്ട് റൺ ഫിലിപ്സിനെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ബേസിക്കലി കണ്ടിരിക്കുന്ന ആദ്യത്തെ രണ്ട് മോഡലും ഷോർട്ട് റൺ ബേസിക്സ് മോഡലാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഏതുണ്ട്? എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് മോഡലുണ്ട് ഇല്ലേ? എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് മോഡലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മളവിടെ എത്തുന്നു
മിൽട്ടൺ ഫ്രീഡ്മാനിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ തന്നെ എക്സ്പെക്റ്റഡ് ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഷോർട്ട് റൺ വെർഷനും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് ഈ പറയുന്ന ലോങ് റൺ വെർഷനും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? ഷോർട്ട് റൺ വെർഷനും ഉണ്ട്, ലോങ് റൺ വെർഷനും ഉണ്ട്. അവിടെ കൊണ്ട് തീർന്നു. അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് അവിടെ കൊണ്ട് ഫിലിപ്സ് കർവിന്റെ ഇമ്പാക്ട് തീർന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഇതിന് അഡാപ്റ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് റൺ ലോങ് റൺ ഫിലിപ്സ് കർവ് പറയുമ്പോൾ ലോങ് റൺ ആണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് ഉണ്ട്. ഫിലിപ്സ് കർവിന്റെ തന്നെ ഷോർട്ട് റൺ വെർഷൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ റേറ്റ് ഓഫ് ഹൈപ്പോസിസ് എന്ന ഫ്രീഡ്മാന്റെ പോസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ദ ന്യൂ ക്ലാസിക്കൽ ഫിലിപ്സ് കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ ഇങ്ങനത്തെ വെർഷനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൂടുതൽ ഈ പറയുന്ന ന്യൂ ക്ലാസിക്കൽ ഫിലിപ്സ് കർവ് എന്നൊക്കെയാണ്. ഇവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. ന്യൂ ക്ലാസിക്കൽസ് കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ട്? ബേസിക്കലി എന്തുണ്ട്? ന്യൂ കെയ്നീഷ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ്. ന്യൂ കെയ്നീഷ്യൻ ഫിലിപ്സ് കർവ് മോഡലുണ്ട് അവിടെ ആക്ച്വലി. രണ്ടുപേരും ഫോളോ ചെയ്യുന്ന എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് സെയിം ആണ്, റാഷണലാണ്. പക്ഷേ അഡാപ്റ്റേഷനിൽ എന്തുണ്ട്? വലിയ രീതിയിലേക്ക് ഡിഫറൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. ആൻഡ് ദെൻ ഇതിന് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഹൈബ്രിഡ് വെർഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ എന്ന് മാത്രമല്ല, ഇപ്പം തന്നെ കണ്ടെടുത്ത് നോക്കിയേ, ചുമ്മാ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഫിലിപ്സ് കർവ് മാത്രം പഠിച്ചു പോകുന്ന ആൾക്കാർ ഞാൻ പറയുന്നത്, അതിനപ്പുറത്തേക്ക് എക്സ്പെക്ടേഷൻ ഓഗ്മെന്റേഷൻ ഉണ്ട്. അതുവരെയെങ്കിലും ആൾക്കാർ പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് അവിടെ എന്തുണ്ട്? ന്യൂ ക്ലാസിക്കലുണ്ട്, ആൻഡ് ദെൻ ന്യൂ കെയ്നീഷ്യൻ ഉണ്ട്, അതിൻ്റെ തന്നെ ഹൈബ്രിഡ് വെർഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ഉണ്ടെന്നുള്ളത്. പല ക്വസ്റ്റൻസും കാണുമ്പോൾ നമുക്കത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നിക്കും. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ബേസിക്കലി ഇവിടുത്തെ ക്വസ്റ്റൻസ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇതുണ്ടോ, ഈ ക്വസ്റ്റനൊക്കെ ജൂൺ 23 ചോദിച്ചില്ല. കാണുമ്പോൾ ഹെവി മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷനുകൾ എന്ന രീതിയിലേക്ക് നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഒന്നുമില്ല. സിമ്പിൾ ഫിലിപ്സ് കർവിൻ്റെ കോമൺ സെൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, ഈ ക്വസ്റ്റൻ എവിടെ നിന്ന് ചോദിച്ചറിയാം? എക്സ്പെക്ടേഷൻ ഓഗ്മെന്റ് ഫിലിപ്സ് കർവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിൽട്ടൺ ഫ്രീഡ്മാന്റെ എക്സ്പെക്ടേഷൻ ഓഗ്മെന്റ് ഫിലിപ്സ് കർവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഹൈപ്പോത്തീസ് ആണ്. ഒറിജിനൽ ഫിലിപ്സ് കർവ് ആണെങ്കിൽ സ്റ്റാറ്റിക് അഡാപ്റ്റേഷൻ ആണ്, അല്ലെ? സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസ് ആണ്. ആൻഡ് ദെൻ അതിന് പിന്നീട് നമ്മൾ ഫോളോ ചെയ്യുന്ന മിൽട്ടൺ ഫ്രീഡ്മാനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസ് ആണ്. ഓക്കെ, ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിസ് നമ്മൾ വരുമ്പോഴാണ് ബേസിക്കലി ഈ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടോ, ഈ T-1 കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവണം ഇത് ഏത് ഹൈപ്പോത്തീസിസ് എന്നുള്ളത്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിസ് ആണ്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിസ് ഫോളോ ചെയ്തിട്ടുള്ള എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവിന്റെ മാച്ചിങ് ആയി കൊടുത്തിരിക്കുന്നത് C=2 എന്ന് പറഞ്ഞ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. അത് മാത്രം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ എന്തുകൊണ്ടോ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിന്റെ ബേസ് കോൺസെപ്റ്റ് ആയി കൊടുത്തിരിക്കുന്നത് പറഞ്ഞത് T-1 എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി T-1. വേറെ ഒരൊറ്റ ഓപ്ഷൻ അതവിടെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ഇക്വേഷൻ നോക്കാതെ ഔട്ട്പുട്ട് ഗ്യാപ്പ് ഒക്കെ അവിടെ കാണാൻ സാധിക്കും. പക്ഷേ അത്രയൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഇതുണ്ടോ ഔട്ട്പുട്ട് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്, അത്രയൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഇതുണ്ട് T-1 എന്ന് പറഞ്ഞിരിക്കുന്ന അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസ്. അപ്പം ഫിലിപ്സ് കർവ് പോലുള്ള തിയറികൾ ബേസ് ചെയ്തിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തീസ് ഉണ്ട്. സ്റ്റാറ്റിക് ഉണ്ട്, അഡാപ്റ്റീവ് ഉണ്ട്, റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്കത് ഈസി ആയിട്ട് ആൻസറിലേക്ക് നമുക്ക് അവിടെ വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വേണ്ടത് നിങ്ങൾ വളരെ ആധികാരികമായിട്ട് ഇങ്ങനത്തെ കോൺസെപ്റ്റുകൾ പഠിച്ചു പോവുക, ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് അവിടെ വേണ്ടത് എന്നുള്ളതാണ്. ചുമ്മാ എന്തെങ്കിലും പഠിക്കാതെ കറക്റ്റായിട്ട് അനലിറ്റിക്കൽ വെർഷൻസ് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ പെർസ്പെക്റ്റീവിൽ പഠിച്ചിട്ട് പോയാൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സിൽ ക്വാളിഫൈ ആകാൻ പറ്റുള്ളൂ. അതിന് ഇൻ ഡെപ്ത് പ്രിപ്പറേഷൻസ് വേണം. നല്ല രീതിയിലേക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കണം, രീതി മനസ്സിലാക്കണം, അതിന് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് മനസ്സിലാക്കണം. അങ്ങനെ പഠിച്ച് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഹൈലി മാത്തമാറ്റിക്കലാണ് തോന്നുന്നു, പക്ഷേ അത് അങ്ങനെയല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി, ഇതാണ് ബേസിക്കലി ഇതുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. ഇത് ഡിസംബർ 20 ജൂൺ 21 ചോദിച്ചിരിക്കുന്നതാണ്. വാട്ട് കൈൻഡ് ഓഫ് കോറിലേഷൻ ഈസ് ദെയർ? അതായത് അൺഎംപ്ലോയ്മെൻറ്റും മണി വേജും തമ്മിൽ. അൺഎംപ്ലോയ്മെൻറ്റും മണി വേജ് എന്ന് പറയുന്നതിന് ഫസ്റ്റ് വെർഷനാണ്, ഫിലിപ്സിൻ്റെ തന്നെ വെർഷനാണ്, സോളോഡോ അതല്ലെങ്കിൽ സാമുവൽസിൻ്റെ വെർഷനൊന്നും അല്ല. മണി വേജ് പരിഗണിക്കുന്ന അവിടെയാണ്. അപ്പം അൺഎംപ്ലോയ്മെൻറ്റും മണി വേജും തമ്മിൽ ഏത് കൈൻഡ് ഓഫ് കോറിലേഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ആൻസർ എടുത്ത് നോക്കുന്നത് ഡയറക്റ്റ് അല്ല, പ്രപ്പോർഷൻ അല്ല, നമുക്കറിയാം. ഡയറക്റ്റ് അല്ല എന്നും നമുക്കറിയാം. പക്ഷേ ഇൻവേഴ്സ് എന്നുള്ള രണ്ടിടത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവേഴ്സ് ആൻഡ് പ്രപ്പോർഷൻ ആണോ ഇൻവേഴ്സ് ആണോ എന്നൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയുടെ ഒരു പ്രശ്നം. നമ്മൾ ചുമ്മാ ഇൻവേഴ്സ് കോറിലേഷൻ എന്ന് പഠിച്ചിട്ട് പോകുന്നു. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു മെത്തേഡ് എന്താണ്, ആക്ച്വലി ഏത് രീതിയിലേക്കാണ് ഇത് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ഫിലിപ്സ് കർവ് എടുത്തു കഴിഞ്ഞാൽ നോൺ ലീനിയർ കോറിലേഷൻ ആണ് ബേസിക്കലി. ഓക്കെ, സോ നോൺ ലീനിയർ കോറിലേഷൻ, അതായത് ഇപ്പോൾ ഈ രീതിയിലേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് എക്കോണമിയിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ വേജ് റേറ്റ് കൂടും ബേസിക്കലി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മണി വേജ് കൂടും, അൺഎംപ്ലോയ്മെൻറ്റ് കുറയുകയാണെങ്കിൽ മണി വേജ് കൂടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോറിലേഷൻ എന്നത്. പക്ഷേ ഇത് പ്രപ്പോർഷണൽ അല്ല, നോൺ ലീനിയർ ആണ്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ C എന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ പ്രപ്പോർഷൻ ആണ് നമ്മൾ നോക്കുന്നില്ല. നോ, പ്രപ്പോർഷൻ അല്ല. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇൻവേഴ്സ് നോൺ ലീനിയർ പ്രപ്പോർഷൻ ആണ് ബേസ് ഫോംസിലുള്ളത്. ആ രീതിയിൽ തന്നെ നമ്മളത് പഠിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, പിന്നെ എക്സ്ട്രക്ഷൻ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന മണി വേജ് മാറി ഇൻഫ്ലേഷൻ ആണ് നമുക്ക് അവിടെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ ഇങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ബേസിക്കലി. ഇതുണ്ടോ, അതായത് ഫിലിപ്സ് കർവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഹൈപ്പോത്തീസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ദ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ്. ഒറിജിനൽ ഫിലിപ്സ് കർവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോളോ ചെയ്യുന്ന ഏതാണ്? സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. ഇത് കണ്ടോ, ഫ്യൂച്ചർ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ കറണ്ട് ഇൻഫ്ലേഷൻ എപ്പോഴും തുല്യമായിരിക്കും. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ എന്തായിരിക്കും, നാളത്തെ ഇൻഫ്ലേഷൻ. സോ ഓൾ അബൌട്ട് ദി കറണ്ട് ഇൻഫ്ലേഷൻ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു അഡാപ്റ്റേഷൻ ആണ് ബേസിക്കലി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സ്റ്റാറ്റിക് എക്സ്പ്രഷൻ നമ്മൾ ഫോളോ ചെയ്യുന്ന തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് എന്നുള്ളതാണ് ആക്ച്വലി. അതാണ് അവിടുത്തെ ഹൈപ്പോത്തിസിസ്. കറണ്ട് ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ. ഇത് കണ്ടോ, പൈ ഈസ് ഈക്വൽ ടു പൈസിക്കാണ് അവിടുത്തെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് കണ്ടോ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ് ദർ എക്സ്പെക്ടേഷൻസ് ഓഫ് ദി ഫ്യൂച്ചർ ബേസ്ഡ് ഓൺ ദി റീസെന്റ് പാസ്റ്റ് എക്സ്പീരിയൻസ്. കണ്ടോ, റീസെന്റ് പാസ്റ്റ്, ഫോർവേഡ് അല്ല, യു ആർ ലുക്കിംഗ് ബാക്ക്വേർഡ്. സി ഹിയർ ഈസ്, ഇത് കണ്ടോ T-1. നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു T-1. അപ്പോൾ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് ഫോളോ ചെയ്യുന്ന എവിടെയാണ്? ഫിലിപ്സ് കർവിൽ. ഏത് ഫിലിപ്സ് കർവിൽ? മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവിൽ. ഇമ്മീഡിയറ്റ്ലി അങ്ങനത്തെ ഒരു ഇക്വേഷൻ പോലും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇമ്മീഡിയറ്റ്ലി ആൻസർ ഫിലിപ്സ് കർവ് നമുക്കവിടെ മനസ്സിലാവണം. ഓക്കെ, സ്റ്റാറ്റിക് കഴിഞ്ഞാൽ പിന്നീട് ഫോളോ ചെയ്യുന്ന എക്സ്പെക്ടേഷൻ ആണ്. പിന്നെ നമുക്കറിയാം ഈ ഫിലിപ്സ് കർവിൻ്റെ ഡിഫറെൻറ്റ് വെർഷൻസ് ഞാൻ പറഞ്ഞു തന്നില്ലേ, ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു? ഒന്ന് എടുത്ത് നോക്കി. ഒറിജിനൽ വെർഷൻ ഫിലിപ്സിൻ്റെ വരുന്നുണ്ട്, പിന്നെ സാമുവൽസൺ ആൻഡ് ദെൻ സോളോയുടെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ എക്സ്പെക്ടേഷൻ ഓഗ്മെന്റ് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും വരുന്നുണ്ട് ബേസിക്കലി. പിന്നീട് നമുക്ക് കാണുന്നതാണ് ന്യൂ ക്ലാസിക്കലും ന്യൂ കെയ്നീഷ്യനും. ഈ ന്യൂ ക്ലാസിക്കലും ന്യൂ കെയ്നീഷ്യനും അല്ലെ, ന്യൂ ക്ലാസിക്കലും ന്യൂ കെയ്നീഷ്യനും വരുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ്. അവർ ഫോളോ ചെയ്യുന്നതാണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. അപ്പം അറിയാമല്ലോ, അത് ജോൺ ആണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞ ലൂക്കാസ് ആൻഡ് ദെൻ സർജൻ ഇതേപോലെ ആൾക്കാർ വലിയ രീതിയിലേക്ക് തന്നെ പ്രൊമോട്ട് ഉണ്ട്. സ്കൂൾ ഓഫ് തോട്ടിൽ അവയർനെസ്സിൽ ആൾക്കാർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിനെ ബേസ് ചെയ്ത് വരുന്ന ഫിലിപ്സ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ക്ലാസിക്കൽ ഫിലിപ്സ് കർവ് ആണ്. പിന്നെ നമുക്കറിയാം സ്കൂൾ ഓഫ് തോട്ടിൽ ഈ റാഷണൽ എക്സ്പെക്ടേഷൻ അവതരിപ്പിച്ച ന്യൂ ക്ലാസിക്കൽ ആണെങ്കിൽ അത് ആര് ഫോളോ ചെയ്യുന്നുണ്ട്? ന്യൂ കെയ്നീഷ്യൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ന്യൂ കെയ്നീഷ്യൻ ഫിലിപ്സ് കർവിൽ ഏതുണ്ട്? റാഷണൽ എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 എക്സ്പെക്ടേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ നമ്മൾ ഫ്യൂച്ചറെ പരിഗണിക്കുന്നത് ബേസിക്കലി എന്നുള്ളത് പൈ ഈസ് ഈക്വൽ ടു ET ഫ്യൂച്ചർ. അതായത് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഇൻഫർമേഷനും പരിഗണിച്ചതിന് ശേഷം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്രം എക്കണോമിക് ഡിസിഷൻ എടുക്കും. അവിടെ ഒരു തരത്തിൽപ്പെട്ട ഇറേഴ്സിനുള്ള പോസിബിലിറ്റീസ് അവിടെ ഇല്ല. ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഫിലിപ്സ് കർവ് ട്രേഡ് ഓഫ് ഉണ്ടായിരിക്കത്തില്ല എന്ന് പറഞ്ഞ ബേസ് കോൺസെപ്റ്റ് ആണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഫിലിപ്സ് കർവ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ആണ്. രണ്ടാമത്തെ മിൽട്ടൺ ഫ്രീഡ്മാൻ എടുത്തു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. പിന്നീട് നമുക്ക് വരുന്ന ന്യൂ ക്ലാസിക്കലും ന്യൂ കെയ്നീഷ്യൻ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് നമ്മൾ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് നമ്മളവിടെ ഫോളോ ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാണ്ട് തന്നെ ഇവിടുത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാൻ സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള കോറിലേഷൻ മാത്രം പഠിച്ചു പോകുന്ന സ്റ്റുഡൻസിന് ആരും അവയർനെസ് അത് ഉണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഫിലിപ്സിന്റെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. വേജ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് കോറിലേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഫോളോ ചെയ്ത ഹൈപ്പോത്തിസിസ് ആണ് സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ് ആൻസർ. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് ഫോളോ ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ ഓൺ ഫിലിപ്സ് കർവിൽ. ആൻഡ് ദെൻ ഇത് കെയ്നീഷ്യൻ കോൺസെപ്റ്റ് ആണ് ബേസിക്കലി. ഇത് ഇവിടെ എടുത്ത് നോക്കിയാൽ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആരെയാണ്? റാഷണൽ ന്യൂ ക്ലാസിക്കൽ ന്യൂ കെയ്നീഷ്യൻ ആണ്. ന്യൂ ക്ലാസിക്കൽ ന്യൂ കെയ്നീഷ്യൻ ഫിലിപ്സ് കർവിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ ഫിലിപ്സ് കർവ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ആണ്. ആൻഡ് ദെൻ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ എക്സ്പെക്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അതാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ആണ്. ന്യൂ ക്ലാസിക്കലും ന്യൂ കെയ്നീഷ്യൻ എടുത്തതാണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള 3 ഹൈപ്പോത്തിസിസ് പഠിച്ചാൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ നമുക്ക് അവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ പ്രൈസ് എക്സ്പെക്ടേഷൻസ് ആർ സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ദ ബേസ് ലെവൽ ഫിലിപ്സ് കർവ് ആണ്. ഇതിന് മാച്ച് ഫോളോയിങ് ക്വസ്റ്റൻ ആണ് പ്രീവിയസ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ പ്രൈസ് എക്സ്പെക്ടേഷൻസ് ആർ അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ ആണ്. മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ റൂൾ ഓഫ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഹൈപ്പോത്തിസിസ് എന്ന് നമ്മൾ പറയും. അതായത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലേക്ക് എക്കോണമിയിൽ ഫ്രിക്ഷണൽ പ്ലസ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ചേരുന്നതാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അത് എക്സ്പെക്ടേഷൻ ഓഫ് ഫിലിപ്സ് കർവിന്റെ കൂടെ അതായത് അവതരിപ്പിക്കുന്ന ബേസിക് കോൺസെപ്റ്റ് ആണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ അഡാപ്റ്റീവ് എന്ന് വെച്ചാൽ മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. മിൽട്ടൺ ഫ്രീഡ്മാൻ ഇമ്മീഡിയറ്റ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കണക്ട് ചെയ്യാൻ നമുക്ക് അവിടെ സാധിക്കണം. ആൻഡ് ദെൻ പീപ്പിൾ ഡു നോട്ട് മേക്ക് സിസ്റ്റമാറ്റിക് ഇറേഴ്സ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതോളൂ, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റയും വെച്ചതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, നമ്മൾ സിസ്റ്റമാറ്റിക്കുള്ള ഇറേഴ്സ് അവിടെ മേക്ക് ചെയ്യുന്നത് പറയുമ്പോൾ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. അത് കണ്ടോ, റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ഉണ്ടോ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇത് ഫിലിപ്സ് കർവ് എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഫിലിപ്സ് കർവിന്റെ എല്ലാ ഹൈപ്പോത്തിസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നമുക്കവിടെ പോകാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നു എഗെയിൻ ഹൈപ്പോത്തിസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, ഫിലിപ്സ് കർവ് അണ്ടർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അപ്രോച്ചസ് ഫിലിപ്സ് കർവ് അനാലിസിസ് ഹോൾ ഗുഡ്. സി ഫിലിപ്സ് കർവ് ശരിക്കും എടുത്തു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഫിലിപ്സ് കർവിൽ ഏതാണുള്ളത്? സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ആണുള്ളത്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസും റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസും വന്നു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഷോർട്ട് റണ്ണിൽ മാത്രമേ ട്രേഡ് ഓഫ് ഉള്ളൂ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ. ലോങ് റണ്ണിൽ ഫിലിപ്സ് കർവും ഈ പറഞ്ഞിരിക്കുന്ന അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷൻ നമ്മൾ ട്രേഡ് ഓഫ് ഇല്ല എന്നാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. ഷോർട്ട് റണ്ണിൽ ട്രേഡ് ഓഫ് ഉണ്ട്, ലോങ് റണ്ണിൽ ട്രേഡ് ഓഫ് ഇല്ല. ഷോർട്ട് റണ്ണിൽ മാത്രമാണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഏത് പറഞ്ഞിരിക്കുന്നത് നോൺ ന്യൂട്രാലിറ്റി ഉള്ളത്. ക്ലാസിക്കൽസ് പറയുന്ന പോലെ തന്നെ ന്യൂട്രാലിറ്റി ആണ് ഉള്ളത്, ലോങ് റണ്ണിലുള്ളത്. അതാണ് ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് പറയുന്നത്. ഇത് മിൽട്ടൺ ഫ്രീഡ്മാൻ. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ ലോങ് റണ്ണിൽ ഫിലിപ്സ് കർവിന്റെ ട്രേഡ് ഓഫ് ഹോൾഡ് ചെയ്യില്ല. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണെങ്കിലോ
ന്യൂ ക്ലാസിക്കൽ ഫിലിപ്സ് കർവ് ആണ്. ഷോർട്ട് റണ്ണിൽ ഹോൾഡ് ചെയ്യില്ല, ലോങ് റണ്ണിൽ ഹോൾഡ് ചെയ്യില്ല. ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ്. മണി എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡൈക്കോട്ടമിയാണ്. നമ്മുടെ മണി സപ്ലൈ കൂടി കഴിഞ്ഞാൽ പ്രൈസ് ലെവലിനെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യില്ല, ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതാണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസ് വന്നതിന് ഫിലിപ്സ് കർവ് ഹോൾഡ് ചെയ്യില്ല. ഫിലിപ്സ് കർവ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം? സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് ഉണ്ടായിരിക്കണം. കണ്ടോ, അതാണ് ഇതിന്റെ ആൻസർ. അപ്പം നീതറാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് രണ്ടുമല്ല, ഇത് രണ്ടും വന്നാൽ ഫിലിപ്സ് കർവ് ഹോൾഡ് ചെയ്യില്ല. കാരണം അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് വന്നാൽ ഷോർട്ട് റണ്ണിൽ മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ, ലോങ് റണ്ണിൽ ഹോൾഡ് ചെയ്യില്ല. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് ആണെന്നുണ്ടെങ്കിൽ ന്യൂ ക്ലാസിക്കലാണ്, ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഫിലിപ്സ് കർവ് ഹോൾഡ് ചെയ്യില്ല. ട്രേഡ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫിലിപ്സ് കർവ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തസിസ് ഏതുണ്ടായിരിക്കണം? സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് ഉണ്ടായിരിക്കണം എന്നാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ അതേപോലെ ഇവിടെ എടുത്ത് നോക്കി, സി ഇഫ് all economic agents perfectly anticipate the policy changes and if all prices wages are supposed to be flexible, in which one of the following will happen in the long run? See, wage price flexibility വന്നു കഴിഞ്ഞാൽ wage price flexibility ഇത് എവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്? ക്ലാസിക്കലാണ്. ക്ലാസിക്കലിന്റെ ഫിലിപ്സ് കർവ് ഏതാണ്? ന്യൂ ക്ലാസിക്കൽ ഫിലിപ്സ് കർവ് ആണ്. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് ആണ് ഫോളോ ചെയ്യുന്നത്. ന്യൂട്രാലിറ്റി ഓഫ് മണി ഉണ്ട്. ഓക്കെ, ന്യൂട്രാലിറ്റി ഓഫ് മണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, അതായത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ഒന്ന് നോമിനലാണ് ഇൻഫ്ലേഷൻ എന്ന് വെച്ചിരിക്കുന്നത്, ആൻഡ് ദെൻ അൺഎംപ്ലോയ്മെന്റ് റിയൽ ആണ് എംപ്ലോയ്മെന്റ് എന്ന് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ കോറിലേഷൻ ഇല്ല എന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്? ക്ലാസിക്കൽസ് പറഞ്ഞു വെക്കുന്നത്. അതാണ് ദർ വിൽ ബി നോ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി വന്നിരുന്നത് ലോങ് റണ്ണിൽ ആര് പറയുന്നത്? റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസിൽ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ന്യൂ ക്ലാസിക്കൽസ് പറയുന്നത്. അതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ന്യൂ ക്ലാസിക്കൽ ഫിലിപ്സ് കർവിന്റെ പെർസ്പെക്റ്റീവിലാണ്. ഈ ഓപ്ഷൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് എക്സ്പെക്ടേഷൻ ഓൺ പെർസ്പെക്റ്റീവിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, സി ഇവിടെ എടുത്തേക്ക് നോക്കി, ചേഞ്ചസ് ഇൻ ദി മണി സപ്ലൈ വിൽ നോട്ട് ലീഡ് ടു ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ലെവൽ. നോ, ചേഞ്ചസ് ഇൻ ദി മണി സപ്ലൈ വിൽ ലീഡ് ടു ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ലെവൽ എന്ന് പറയേണ്ടി. അതാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്നാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതായത് നോമിനൽ ഫാക്ടറിനെ മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. മണി സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനൽ ഫാക്ടർ ആണ്, പ്രൈസ് ലെവൽ നോമിനൽ ഫാക്ടർ, ഇത് രണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ കണ്ടോ, നമുക്ക് ബേസിക്കലി നമ്മൾ പഠിക്കേണ്ട രീതിയിലേക്ക് നമുക്ക് അവിടെ വരേണ്ടത് അവിടെ ഉണ്ടെന്നാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടാണ്. എക്സ്പെക്ടേഷൻ ഓഫ് ഫിലിപ്സ് കർവ് ബേസിക്കലി അതിന്റെ ബേസിക് ഫോമാറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലേക്ക് അൺഎംപ്ലോയ്മെന്റ്, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ എവിടെയാണ്? എക്സ്പെക്ടേഷൻ ഓഫ് ഫിലിപ്സ് കർവിലാണെന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് നോക്കി, രണ്ട് സിറ്റുവേഷൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് എക്കോണമിയിൽ ഈ എക്സ്പെക്ടഡ് ഇൻഫ്ലേഷനും ആക്ച്വൽ ഇൻഫ്ലേഷനും എക്സാക്ട്ലി എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഡീവിയേഷൻസ് അവിടെ വന്നേക്കാം. ഇതുണ്ടോ, ഔട്ട്പുട്ട് ഡീവിയേഷൻസ് അവിടെ വന്നേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഇതുണ്ടോ, ഇഫ് അൺഎംപ്ലോയ്മെന്റ് ഫാസ്റ്റ് ബിലോ ദ നാച്ചുറൽ റേറ്റ്, അതായത് കറന്റ് അൺഎംപ്ലോയ്മെന്റ് നിൽക്കുന്ന നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ എക്കോണമിയിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ വരും എന്നാണ് എക്സ്പെക്ടേഷൻ ഓഫ് ഫിലിപ്സ് കർവ് പറയുന്നത്. നേരെ തിരിച്ച് ഇവിടെ എടുത്ത് നോക്കാം, ഇഫ് അൺഎംപ്ലോയ്മെന്റ് റൈസസ് അബോവ് ദി നാച്ചുറൽ റേറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്കോണമിയിൽ ഉറപ്പായിട്ട് എന്ത് വരും? ഈ പറഞ്ഞ രീതിയിലേക്ക് എടുത്ത് നോക്കി, ഇൻഫ്ലേഷൻ കുറയും, ഡിഫ്ലേഷൻ വരും എന്നാണ് ബേസിക്കലി അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് ഫിലിപ്സ് കർവ് ആണ്. ഇതിനി വായിച്ചു നോക്കി, ഇഫ് ആക്ച്വൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഈസ് ബിലോ ദി നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വാട്ട് വിൽ ഹാപ്പൻ? എക്സ്പെക്ടഡ് ഓഗ്മെന്റ് ഫിലിപ്സ് കർവ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. എക്കോണമി ഇൻഫ്ലേഷൻ വരും. ഇതാണ് സിറ്റുവേഷൻ. ഇൻഫ്ലേഷൻ വരുന്ന സിറ്റുവേഷൻ. ഇതുണ്ടോ, see if unemployment falls below the natural rate, existing rate of unemployment is less than the natural rate of unemployment ആണെങ്കിൽ ഔട്ട്പുട്ട് ഗ്യാപ്പ് അവിടെ വരും. ഔട്ട്പുട്ട് ഗ്യാപ്പ് ആണെങ്കിൽ എക്സാക്ട്ലി എക്കോണമി എന്തായിരിക്കും? ഇൻഫ്ലേഷൻ ആയിരിക്കും. ഇത് ഏതാണ്? എക്സ്പെക്ടേഷൻ ഓഫ് ഫിലിപ്സ് കർവ് എന്നാണ് ഈ ക്വസ്റ്റൻ അത് ചോദിച്ചിരിക്കുന്നത്. മിൽട്ടൺ ഫ്രീഡ്മാന്റെ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് നമുക്കത് പോകാനായിട്ട് നമുക്കത് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എടുത്ത് നോക്കുക, സി ഈ ക്വസ്റ്റ്യൻ കണ്ടോ, എ കണ്ടിന്യൂസ് സപ്ലൈ ഷോക്സ് ലീഡ്സ് ടു വാട്ട്? ഇതും എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ് എന്നാണ്. കണ്ടോ, അതായത് ഹയർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് വന്നു കഴിഞ്ഞാൽ ഫിലിപ്സ് കർവ് എന്ത് ചെയ്യപ്പെടും? അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യപ്പെടും. എക്സ്പെക്ടഡ് ഇൻഫ്ലേഷൻ വളരെ ഹൈ ആയിരിക്കും, സപ്ലൈ സൈഡ് ഷോക്സ് ഉണ്ടാകുന്നു, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ആൻഡ് നേരെ തിരിച്ച് എക്സ്പെക്ടഡ് ഇൻഫ്ലേഷൻ ലോവർ ആണെന്നുണ്ടെങ്കിൽ ഫിലിപ്സ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇൻഫ്ലേഷൻ കുറയുന്നു, സപ്ലൈ ഷോക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, കോസ്റ്റ് കുറയുന്ന ഒരു ഗിവൺ സിനോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ഇതും എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവിന്റെ പാർട്ടാണ് ബേസിക്കലി. ഇനി ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കി, സപ്ലൈ ഷോക്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ നമ്മൾ പഠിച്ചോളൂ, സപ്ലൈ ഷോക്സ് വന്നു കഴിഞ്ഞാൽ, സപ്ലൈ ഷോക്സ് വന്നു സംഭവിക്കും? ഇൻഫ്ലേഷൻ ആണ്. ഫിലിപ്സ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്? റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഷിഫ്റ്റ്സ് അപ്പ് ആണ്. ഓക്കെ, ആ ഒരു പോയിന്റ് അവിടെ ബേസിക്കലി ഇതുണ്ടോ, എ കണ്ടിന്യൂസ് ഷിഫ്റ്റ് ഓഫ് ഫിലിപ്സ് കർവ് ടു ദി റൈറ്റ് സച്ച് ആസ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ബോത്ത് ഇൻക്രീസസ്. എക്സാക്ട്ലി ഇത് ഈ ഒരു പോയിന്റ് എക്സ്പെക്ടേഷൻ ഫിലിപ്സ് കർവിന്റെ ഈ ഒരു പോയിന്റ് ആണ് ക്വസ്റ്റനോട് ചോദിച്ചിരിക്കുന്നത്. അതായത് സപ്ലൈ ഷോക്സ് വന്നു കഴിഞ്ഞാൽ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ വരും, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആയിരിക്കും. അത് എന്താണ്, ഒരേപോലെ അൺഎംപ്ലോയ്മെന്റും കൂടുതലും കാരണമാകും ബേസിക്കലി എന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമുക്കവിടെ വരുന്നത് എന്നുള്ളതാണ് ആക്ച്വലി എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ്. റീസെന്റ് ചോദിച്ച ക്വസ്റ്റൻസ് ആണ്. പിന്നെ ഇടയ്ക്ക് നമുക്കറിയാം, ഞാൻ നിങ്ങൾ പറഞ്ഞു അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? നമ്മൾ
പാസ്റ്റ് ഇൻഫ്ലേഷനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പാസ്റ്റ് ഇൻഫ്ലേഷൻ അപ്പോൾ T-1 ആണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞോളൂ നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് അൺഎംപ്ലോയ്മെന്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് വരും? ഔട്ട്പുട്ട് ഗ്യാപ്പ് വരും. ഇതല്ലേ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇതുണ്ടോ ഔട്ട്പുട്ട് ഗ്യാപ്പ് ആൻഡ് എന്ത് T-1 കാണുമ്പോഴേ നമുക്കറിയാം ഇത് ഫിലിപ്സ് കർവ് ആണ്. ഏത് ഫിലിപ്സ് കർവ് ആണ്? എക്സ്പെക്ടേഷൻ ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ് ആണ് അല്ലേ? എക്സ്പെക്ടേഷൻ. അപ്പോൾ C=2 എടുത്തു നോക്കുക. C=2 എന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് തോന്നിയെന്ന് സ്റ്റുഡൻസിന് ഫീൽ ചെയ്ത ടൈമാണ് June 23 എന്ന് പറയുന്നത്. ഒന്നുമല്ല, കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസേഴ്സ് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ പഠിക്കാതെ പോയത് നമുക്കവിടെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റാതെ പോയേക്കുന്നത്. അതല്ലാതെ എന്തല്ല ഒരു ബേസിക്കലി നമുക്കവിടെ നേരിട്ട് മാത്തമാറ്റിക്കൽ ഒരുപാടായിരുന്നു. ഇതൊന്നും മാത്തമാറ്റിക്കലൊന്നും അല്ല. ഇതുണ്ടോ ഇത് കാണുമ്പോഴത്തേന് ഇത് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോതെസിസ് ആണ്, ഇത് ഔട്ട്പുട്ട് ഗ്യാപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. എക്സ്പെക്ടേഷൻ ഓൾറെഡി ഫിലിപ്സ് കർവ് പഠിച്ചൊരു സ്റ്റുഡന്റ് ഈസി ആയിട്ട് സാധിക്കും. സോ C=2 ആണ്. C=2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ആക്ച്വലി, കേട്ടോ. അതാണ്. അപ്പോൾ ഈ രീതിയിലേക്കാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത് പോകണം? പ്രിപ്പയർ ചെയ്ത് പോകണം. ന്യൂ ക്ലാസിക്കലും ന്യൂ കെനീഷനും അതുപോലെ തന്നെ മണി ഇലൂഷനും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ക്ലാസിക്കൽ ഡൈക്കോട്ടമി എല്ലാം അറിഞ്ഞാലാണ് നമുക്ക് ഇവിടുത്തെ എഫക്റ്റീവ്നെസ്സിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നുണ്ടോ. പോളിസി ഇൻഎഫക്റ്റീവ്നെസ് ഉണ്ട്. ബേസിക്കലി ന്യൂ ക്ലാസിക്കൽസ് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി പോളിസി ഇൻഎഫക്റ്റീവ്നെസ് ആണ് ബേസിക്കലി ന്യൂ ക്ലാസിക്കൽസ്. കാരണം റാഷണൽ എക്സ്പെക്ടേഷൻ ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ക്വസ്റ്റൻ ആ രീതിയിലേക്ക് ചോദിച്ചു ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻ മോഡൽ. മോണിറ്ററി പോളിസി കനോട്ട് affect the output and employment. Exactly, monetary policy ഒരു കാരണവശാലും rational expectation എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട്. അൺആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് ചേഞ്ച് കറക്റ്റ് ചെയ്യും. ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ച് ആണെങ്കിൽ ഒരിക്കലും റിയൽ വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോതെസിസ്. പക്ഷേ അൺആൻറ്റിസിപ്പേറ്റഡ് ആണെങ്കിൽ ചെയ്യും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും എക്കോണമി ഓൾവേസ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റീസ് ആണ് അവിടെയുള്ളത്. എക്കണോമിക് ഏജൻസീസ് യൂസ് ഓൾ അവൈലബിൾ ഡാറ്റ, ഓൾ റിലവൻറ്റ് ഡാറ്റ ടു ഫോം ദെയർ എക്സ്പെക്ടേഷൻസ്. എക്സാക്ട്ലി റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോതെസിസ് ആണ്. ഇതിപ്പോൾ സ്കൂൾ ഓഫ് തോട്ട് ആണ്, ന്യൂ ക്ലാസ്സിലെ സ്കൂൾ ഓഫ് തോട്ട് ആണ്. അതുപോലെ തന്നെ ഫേസ് കർവായിട്ട് കണക്ട് ചെയ്താണ് അവിടെ ചോദിച്ചിരിക്കുന്നതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എടുത്ത് നോക്കുക, ഇതിൽ നമുക്ക് കോമ്പിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ബി മാത്രമേ തെറ്റായിട്ടുള്ളൂ. അൺആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് വിൽ നോട്ട് അഫക്ട് ദ റിയൽ വേരിയബിൾസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഏത് ഫോമിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ന്യൂ ക്ലാസിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും എക്കോണമിയിലെ നോമിനൽ വേരിയബിൾസ് ഒരു കാരണവശാലും റിയൽ വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ആൻറ്റിസിപ്പേറ്റഡ് ആയതുകൊണ്ടാണ്. അൺആൻറ്റിസിപ്പേറ്റഡ് ആണെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊരു പോയിന്റ് ന്യൂ ക്ലാസിക്കൽസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ബി തെറ്റാണ്. ബി ഒഴിച്ച് ACD ആണ് അവിടെ ആൻസർ വരേണ്ടത്. ACD വരുന്നതാണ്. സി ആണ് ഈ ക്വസ്റ്റിന് ആൻസർ നമുക്ക് അവിടെ ബേസിക്കലി വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള ഫിലിപ്സ് കർവിന്റെ വർഷം മുതൽ ആൻഡ് ദെൻ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള സോളോ ആൻഡ് ദെൻ സാമുവൽസൺ എക്സ്റ്റൻഷൻ മുതൽ പിന്നീട് അങ്ങോട്ട് എക്സ്പെക്ടേഷൻ ഓഫ് ഫിലിപ്സ് കർവ്, ന്യൂ ക്ലാസിക്കൽ, ന്യൂ കെനീഷ്യൻ, ബ്രേക്ക് ഡൗൺ 70s എങ്ങനെ വന്നു, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം എന്നുള്ളതാണ്. അങ്ങനെ നന്നായിട്ട് നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്തുണ്ട്? ഇതുണ്ടോ ഈ കാൽബോ പ്രൈസിലേക്ക് ഇമ്പോർട്ടൻസ് അവിടെയുണ്ട്, ആൻഡ് ദെൻ മാർജിനൽ കോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അവിടെയുണ്ട്, ആൻഡ് ദെൻ എന്താണ് റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം, ആൻഡ് ദെൻ ട്രഡീഷണൽ ആയിട്ട് നമ്മളോട് കമ്പയർ ചെയ്ത് നോക്കുക. അതെടുത്ത് നോക്കുക. ഓൾഡ് ഫിലിപ്സ് കർവ് സ്റ്റാറ്റിക് അപ്രോച്ച് ആണ്, എക്സ്പെക്ടേഷൻ ഓൺ എടുത്ത് കഴിഞ്ഞാൽ അഡാപ്റ്റീവ് അപ്രോച്ച് ആണ്, ന്യൂ ക്ലാസിക്കൽ, ന്യൂ കെനീഷ്യൻ എടുത്ത് കഴിഞ്ഞാൽ റാഷണൽ എക്സ്പെക്ടേഷൻ ആണ്. ഈ രീതിയിലേക്ക് നമ്മൾ ഏത് ഹൈപ്പോതെസിസ് യൂസ് ചെയ്യുന്ന പോലും ഒരാൾ അറിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഇതൊരു സെഷൻ അല്ല. ബേസിക്കലി ഇത്രത്തോളം നന്നായിട്ട് പഠിച്ചിട്ട് പോയാലാണ് നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻസിന് ചെയ്യാൻ പറ്റുന്നത്. ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്ന സെഷൻസ് ആണ് ബേസിക്കലി. അപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊരു ഓറിയന്റേഷൻ ക്ലാസ് ആയിട്ട് സ്റ്റുഡൻസ് എടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത്. ഇങ്ങനെ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് അവിടുത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് പറഞ്ഞു ഈ ഒരു യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് അത് പഠിച്ചു തരിക എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പം ഈ ഫിലിപ്സ് കർവ് ഒക്കെ പോലുള്ള ക്ലാസ്സുകളുടെ മുഴുവൻ വെർഷൻ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇവിടുത്തെ ബേസ് വെർഷൻ മുതൽ സാമുവൽസിന്റെ എക്സ്റ്റൻഷൻ ആൻഡ് ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് ഫിലിപ്സ് കർവ് ആൻഡ് ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കാണുന്ന ന്യൂ ക്ലാസിക്കൽ, ന്യൂ കെനീഷ്യൻ, ഹൈബ്രിഡ്, ദെൻ അതുപോലെ തന്നെ എന്താ പറയുന്നത് എല്ലാ ഹൈപ്പോത്തീസും അടക്കുന്ന വളരെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതും എൻ്റെ ക്ലാസ് തന്നെ. ആൻഡ് ദെൻ അതേപോലെ തന്നെ നമുക്കറിയാം ഓഫ്ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം എടുത്ത് പഠിക്കുന്ന ഒരു ടോപ്പിക് അത് ബേസിക്കലി എന്നുള്ളതാണ്. അപ്പം ഇതൊരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ എടുക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ എക്കണോമിക്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ടത്. ചുമ്മാ ഇൻവേഴ്സ് റിലേഷൻ ഉണ്ട് ഫിലിപ്സ് കർവ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് പണ്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ്. അവിടെ നിന്ന് ഇപ്പം മാറി ഒരുപാട് രീതിയിലേക്കുള്ള അഡാപ്റ്റേഷൻ വന്നിരിക്കുന്നു. ആ രീതിയിലേക്കാണ് നിങ്ങളത് പഠിച്ചു പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു എക്സാം പെർസ്പെക്റ്റീവ് ഒരു ഓറിയന്റേഷൻ മാത്രമായിട്ട് എടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ സെഷൻ ഇപ്പം ഞാനിവിടെ കണ്ടു ഏകദേശം ഒരു 10-70 സ്ലൈഡ് ഉണ്ട്. ആക്ച്വലി ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽ എക്സ്പ്രഷൻ ഉള്ള ക്ലാസ് ആപ്പിൾ LMS അവൈലബിൾ ആണ്. താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതെല്ലാം നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ ഓഫ്ലൈൻ പഠിക്കാം. എല്ലാ തരത്തിൽപ്പെട്ട ഓപ്ഷൻസ് നിങ്ങളുടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ നമ്മളിത് ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ എക്കണോമിക്സിന് അത്രയും റിസൾട്ട് വരുന്നത്. അതിനേക്കാൾ പോയിട്ട് ഓരോ ടോപ്പിക്കിലും ചോദിക്കുന്ന പോയിന്റുകൾ നമ്മൾ വളരെ പെർസ്പെക്റ്റീവായിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് എക്സാം പെർസ്പെക്റ്റീവിലാണ് നമുക്ക് എന്ത് ചെയ്ത് പോകേണ്ടത് പഠിച്ച്
പോകേണ്ടതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനിയും എക്സാമിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് യൂട്യൂബിലേക്ക് ഇപ്പോൾ എൻ്റർ ചെയ്യാൻ സാധിക്കാത്തത്. ബട്ട് സ്റ്റിൽ എക്സാം സമയമായതുകൊണ്ട് അത്യാവശ്യം ഇതേപോലുള്ള കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഇവിടുത്തെ കോർഡിനേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വളരെ റെഗുലറായിട്ട് എൻ്റെ ലൈവ് സെഷൻസ് ഉണ്ട്. ലൈവ് സെഷൻസിലേക്ക് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ക്ലാസ് കേട്ട് നോക്കും. ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. കോർഡിനേറ്റേഴ്സ് ചോദിച്ചാൽ റെഗുലറായിട്ട് ലൈവ്സ് ഉണ്ട്, ലൈവിൻ്റെ ലിങ്ക് അവർ തരും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കണ്ട് ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇനിയും സമയമുണ്ട്, ഏകദേശം ഒരു 40 days ഉണ്ട് നമുക്ക് എക്സാമിലേക്ക്. നന്നായിട്ടിരുന്ന് പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് പഠിക്കുക, റിവിഷൻസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഈ നെറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള, നിങ്ങൾക്ക് നല്ല അഭിമാനം തോന്നുന്ന റിസൾട്ടായിട്ടെന്ന് എല്ലാവർക്കും ഏതുണ്ടെങ്കിൽ ആ തരത്തിൽപ്പെട്ട ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ നടക്കട്ടെ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ബൈ ബൈ.